ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ECHS കാർഡുള്ള വിമുക്ത ഭടൻ്റെയോ വിധവയുടെയോ മരണം സംഭവിക്കുമ്പോഴും ഡിപ്പെൻഡൻ്റായ മക്കൾ ഇനെലിജിബിൾ ആകുമ്പോഴും ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ECHS കാർഡുള്ള വിമുക്ത ഭടൻ പ്രൈമറി ബെനിഫിഷ്യറിയാണ്. ബാക്കിയുള്ളവർ, അതായത് വിമുക്ത ഭടൻ്റെ ഭാര്യ, മക്കൾ, അച്ഛനമ്മമാർ എന്നിവർ ഡിപ്പെൻഡൻസും ആണ്. വിമുക്ത ഭടൻ്റെ മരണം സംഭവിച്ചാൽ പിന്നീട് പ്രൈമറി ബെനിഫിഷ്യറി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ മകൻ വിവാഹിതനാവുകയോ 25 വയസ്സ് കഴിയുകയോ സ്വന്തമായി മാസം 9,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ജോലി ലഭിക്കുകയോ ചെയ്താൽ ആ മകന് പിന്നീട് ECHS ഫെസിലിറ്റി ലഭിക്കില്ല. മകളുടെ കാര്യത്തിൽ വിവാഹിതയാവുകയോ സ്വന്തമായി മാസം 9,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ജോലി ലഭിക്കുകയോ ചെയ്താൽ ആ മകൾക്കും പിന്നീട് ECHS ഫെസിലിറ്റി ലഭിക്കില്ല. മകളുടെ കാര്യത്തിൽ അവിവാഹിതയും സ്വന്തമായി ജോലിയും ഇല്ലാത്തിടത്തോളം കാലം ECHS ഫെസിലിറ്റി ലഭിക്കും. മകൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല. വിമുക്ത ഭടൻ്റെ മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ECHS കാർഡ് ബ്ലോക്ക് ചെയ്ത് പ്രൈമറി ബെനിഫിഷ്യറിയായി ഭാര്യയെ മാറ്റേണ്ടതാണ്. ഇത് നമുക്ക് ഓൺലൈനായി സ്വയം ചെയ്യാവുന്നതാണ്. ഇതിനായി www.echs.sourceinfosys.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ID നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്. പാസ്വേഡ് നൽകി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന പേജാണ് സ്ക്രീനിൽ കാണുന്നത്. മുകളിലുള്ള മോർ ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ ബ്ലോക്ക് കാർഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഴുവൻ ECHS കാർഡ് ഹോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. വലതുവശത്തുള്ള ആക്ഷൻ എന്ന കോളത്തിൽ ആരുടെയാണോ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ സെലക്ട് റീസൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്യൂ ടു ഡെത്ത് ഓഫ് മെമ്പർ എന്നത് സെലക്ട് ചെയ്യുക. റിമാർക്സിലും ഇത് തന്നെ ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായി ഡേറ്റ് ഓഫ് ഡെത്തും ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ വിമുക്ത ഭടൻ്റെ കാർഡ് ബ്ലോക്ക് ആവുകയും സ്പൗസിൻ്റെ കാർഡ് ഓട്ടോമാറ്റിക്കലി പ്രൈമറി ബെനിഫിഷ്യറി ആവുകയും ചെയ്യും. തുടർന്നുള്ള വർഷങ്ങളിൽ മക്കളുടെ ഇൻകം പ്രൂഫ് നൽകേണ്ടത് പ്രൈമറി ബെനിഫിഷ്യറിയായ സ്പൗസ് ആണ്. അതേപോലെ തന്നെ മക്കളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനായി അവരെ സെലക്ട് ചെയ്ത് റീസണിൽ നോ മോർ എലിജിബിൾ എന്ന് സെലക്ട് ചെയ്യുക. സബ് കാറ്റഗറിയിൽ 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഇൻകം 9,000 കൂടുതൽ, രണ്ടാമത്തേതിൽ 25 വയസ്സിൽ കൂടുതൽ, മൂന്നാമത്തേത് മാരേജ്, നാലാമത്തേത് നോ മോർ ഡിപ്പെൻഡൻറ്റ്, 5 അതേഴ്സ്. ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ കാർഡ് ബ്ലോക്ക് ആവുന്നതാണ്. അതിനുശേഷം ECHS കാർഡ് ഡിസ്ട്രോയ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് സ്വന്തമായോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയോ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.